വെൽക്കം ടു സ്റ്റോറി മങ്ക്. നമ്മൾ വീണ്ടും കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് സംസാരിക്കുകയാണ്. വളരെ സറ്റാറിക്കലായി തുടങ്ങി വലിയ തോതിലുള്ള യുവാക്കളുടെയും മറ്റ് ജനവിഭാഗങ്ങളുടെയും പിന്തുണ ആർജിച്ചുകൊണ്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ സ്പ്രെഡ് ചെയ്ത കോക്രോച്ച് ജനതാ പാർട്ടിയെ പെട്ടെന്ന് തന്നെ നേരിടാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിരുന്നു. അവിടെ അത് നിൽക്കുന്നില്ല. രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിൻ്റെ യുവജന വിഭാഗം, യൂത്ത് കോൺഗ്രസ്, ഇന്ത്യൻ യൂത്ത് കോക്രോച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വിഭാഗം പോലെ തുടങ്ങിയിരിക്കുന്നു. ഞങ്ങളാണ് ഈ കോക്രോച്ച് എന്ന പ്രയോഗം ഉപയോഗിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനം ആദ്യം തുടങ്ങിയത് എന്ന പ്രഖ്യാപനവും അവർ നടത്തുന്നു. ഇതേക്കുറിച്ചൊക്കെയാണ് നമ്മൾ സംസാരിക്കുന്നത്. NDAയുടെ ഘടകകക്ഷിയായ തെലുങ്കുദേശം പാർട്ടി BJP പറയുന്ന പോലെയല്ല. യുവാക്കൾക്കിടയിൽ വലിയ അസ്വസ്ഥതയും അതൃപ്തിയും ഒക്കെ ഉണ്ട്. അതിൻ്റെ പ്രതിഫലനം കൂടിയാണിത്. അതിനെ ഗൗരവത്തിലെടുക്കണം എന്ന് BJPയോട് ആവശ്യപ്പെടുന്ന കാഴ്ചയും നമ്മൾ കണ്ടു. ഇതേക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ കോക്രോച്ച് ജനതാ പാർട്ടിയെക്കുറിച്ച് ആദ്യം സംസാരിക്കുമ്പോൾ ഇത്രമാത്രം അത് ഡെവലപ്പ് ചെയ്തിരുന്നില്ല. അത് കേന്ദ്ര സർക്കാർ ഇത് രാജ്യവിരുദ്ധ ശക്തികളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾക്കെതിരെ നടപടിയെടുക്കുന്നു, അവരുടെ വെബ്സൈറ്റ് പൂട്ടിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതൊക്കെ ആയിരുന്നു. അതിനെ മറികടന്നുകൊണ്ട് പുതിയ വെബ്സൈറ്റുകൾ, പുതിയ സാമൂഹ്യ മാധ്യമ അക്കൗണ്ടുകൾ തുടങ്ങിക്കൊണ്ട്, പുതിയ വെബ്സൈറ്റ് തുടങ്ങിക്കൊണ്ടൊക്കെ അവരുടെ പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ അവരുടെ ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ട്, സോഷ്യൽ മീഡിയ ഘടകങ്ങൾ രൂപീകരിച്ചുകൊണ്ട് അവരുടെ ആശയങ്ങൾ പ്രൊപ്പഗേറ്റ് ചെയ്യാനുള്ള ശ്രമവും നടത്തുന്നുണ്ട്. അതിനിടയിലാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ശ്രമം വരുന്നത്. അപ്പോൾ ഭരിക്കുന്ന പാർട്ടി മാത്രമല്ല, രാജ്യത്തെ പ്രതിപക്ഷവും ഒരു പുതിയ മൂവ്മെൻറ്റ്, അത് സോഷ്യൽ മീഡിയയിലാണെങ്കിൽ പോലും ഉയർന്നു വരുന്നതിനെ ഭയക്കുന്നുണ്ടോ? പ്രതിപക്ഷത്തിനെതിരെയാണ്. യഥാർത്ഥത്തിൽ ഇത് ഒരു വെയ്ക്കപ്പ് കോളായി കണക്കാക്കുകയാണെങ്കിൽ അത് സർക്കാരിനെതിരെ അല്ല, പ്രാഥമികമായി അത് പ്രതിപക്ഷത്തിനെതിരെയാണ്. ലോകത്തുള്ള ജെൻസി മൂവ്മെൻറ്റുകളുടെ പൊതു സ്വഭാവം തന്നെ അതാണ്. പ്രതിപക്ഷ മൂവ്മെൻ്റായിട്ടാണല്ലോ വരുന്നത്. സർക്കാരിനെതിരെ ഒരു പ്രതിപക്ഷ മൂവ്മെൻ്റായിട്ടാണല്ലോ അത് വരിക. ഇന്ത്യയിലെ പ്രതിപക്ഷം ഓക്യുപ്പൈ ചെയ്യേണ്ട സ്പേസിലേക്കാണ് അവർ പൊളിറ്റിക്കലി കടന്നു വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പ്രതിപക്ഷത്തിനെതിരെ ഉള്ളതാണ്. ഇതുപോരാ പ്രതിപക്ഷ പ്രവർത്തനം എന്നാണ്. ഇങ്ങനെയല്ല പ്രതിപക്ഷ പ്രവർത്തനം നടത്തേണ്ടത് എന്നാണ്. കുറേ കൂടി പ്രതിപക്ഷത്തിൻ്റെ ശബ്ദമായി വരേണ്ട കാര്യമാണ് യഥാർത്ഥത്തിൽ ഇവരുടെ CJPയുടെ ശബ്ദമായി വരുന്നത് എന്നതാണ്. തീർച്ചയായും സർക്കാരിന് അതിനെ വേറെ രീതിയിൽ രാജ്യദ്രോഹമെന്നോ അല്ലെങ്കിൽ സർക്കാർ വിരുദ്ധമായ പ്രതിപക്ഷത്തിൻ്റെ ഗൂഢാലോചനയെന്നോ അവരുടെ ഒരു ഹാൻഡി വർക്കെന്നോ പറഞ്ഞ് റൂൾ ഔട്ട് ചെയ്ത് കളയാം. പക്ഷേ പ്രതിപക്ഷത്തിന് ഇതിനെ തള്ളാൻ പറ്റില്ല. കാരണം പ്രതിപക്ഷ പ്രവർത്തനം പാരലലായി ഇൻ്റർനെറ്റ് സ്പേസിൽ വേറെ നടക്കുന്നു. അതാണ് കൂടുതൽ ജനങ്ങൾക്ക് തൃപ്തികരം, യുവാക്കൾക്ക് സ്വീകാര്യം. അതിലാണ് തങ്ങളെക്കാൾ കൂടുതൽ ആളുകൾ, തങ്ങളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളെക്കാൾ കൂടുതൽ ആളുകൾ ജോയിൻ ചെയ്യുന്നത് എന്നത് പ്രാഥമികമായി ഇത് എതിരെയല്ല, പ്രതിപക്ഷത്തിന് നേരെയുള്ള വെല്ലുവിളിയാണ്. ആ പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് വേറൊരു, അത് ഡിജിറ്റൽ വേൾഡിലാണെങ്കിൽ പോലും പ്രതിപക്ഷത്തിൻ്റെ സ്പേസ് വേറെ ആരെങ്കിലും ഓക്യുപ്പൈ ചെയ്യുന്നു എന്നുള്ളത് അവരെ വലിയ തോതിൽ അസ്വസ്ഥമാക്കുന്നുണ്ടാവും. അതുകൊണ്ടായിരിക്കും കോൺഗ്രസിൻ്റെ യുവജന സംഘടന വലിയ തോതിൽ ഇന്ത്യൻ യൂത്ത് കോക്രോച്ച് എന്നൊരു മൂവ്മെൻ്റ് ഉണ്ടാക്കി എന്ന് പറയുന്നത്. മാത്രമല്ല, പ്രതിപക്ഷത്തിന് ഒരു സംഘടനാ രൂപം വേണം, രാഷ്ട്രീയ പാർട്ടിയുടെ രജിസ്ട്രേഷൻ, അതിൻ്റെ നേതൃത്വം, ഘടന ഒക്കെ വേണമല്ലോ. പ്രതിപക്ഷത്തിൽ നിന്ന് വരുന്ന ശബ്ദങ്ങളെ വേണമെങ്കിൽ വ്യവസ്ഥാപിതമായ അല്ലെങ്കിൽ പരമ്പരാഗതമായ ഒരു പ്രതിപക്ഷ ശബ്ദം എന്ന നിലക്ക് ഭരണത്തിലിരിക്കുന്ന പാർട്ടിക്കോ അല്ലെങ്കിൽ സർക്കാരിനോ അതിനെ അടിച്ചമർത്തുകയോ അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുകയോ ചെയ്യാം. യഥാർത്ഥത്തിൽ ഫങ്ഷനലി പ്രതിപക്ഷത്തിൻ്റെ ഒരു റോൾ വഹിക്കുന്നത് പുതിയ ഇത്തരം ഫോർമേഷൻസ് ആണ് എന്ന് വരുന്നത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷ പാർട്ടികളുടെ എക്സിസ്റ്റൻസിനെയാണ് ത്രട്ടൺ ചെയ്യുക. അവർ രൂപപ്പെട്ട് വരികയാണെങ്കിൽ നേരെ ഭരണത്തിലേക്കല്ലല്ലോ കയറുക, ഭരണത്തിനെതിരെയുള്ള ഒരു പ്രതിപക്ഷ മൂവ്മെൻ്റ് ആയിട്ടാണല്ലോ വരിക. സ്വാഭാവികമായിട്ടും പ്രതിപക്ഷ പാർട്ടികൾക്കെതിരെയുള്ളൊരു വെയ്ക്കപ്പ് കോൾ കൂടിയാണ് ഇത്. അതുകൊണ്ടാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത്. പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ടല്ലോ. കാരണം കഴിഞ്ഞ 2014 മുതൽ ഇങ്ങോട്ട് പ്രതിപക്ഷ ശക്തികൾ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ വലിയ തോതിലുള്ള പ്രതിരോധം പല വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ട് മോദി സർക്കാരിനെതിരെ, BJPക്കെതിരെ, BJPയോട് ചേർന്ന് നിൽക്കുന്ന സംഘപരിവാർ ശക്തികൾക്കെതിരെ ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിന് പല മുഖങ്ങളുണ്ടായിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്യമത വിദ്വേഷം, അപരവിദ്വേഷം ഒക്കെ പ്രചരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രൊപ്പഗാൻഡ, അതിനെ പ്രൊമോട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ആക്രമണങ്ങൾ, ആൾക്കൂട്ട ആക്രമണങ്ങൾ, കൊലപാതകങ്ങൾ, ഇതിനെ
പ്രതിരോധിക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. പിന്നീട് ഭരണഘടന അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ തടയുക എന്നുള്ളതിനായിരുന്നു. പിന്നീട് പാർലമെൻറ്റിനെ സ്തംഭിപ്പിക്കുന്നത്, പാർലമെൻറ്റിനെ നോക്കുകുത്തിയാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്നത്, പിന്നെ പാർലമെൻറ്റ് തന്നെ ഒരു വിശ്വാസത്തിൻ്റെ, ഒരു ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പ്രതീകമായി മാറ്റുന്നത്, ഇതിനൊക്കെ ചെറുക്കാൻ പാകത്തിനൊക്കെ പ്രതിപക്ഷം ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഒരു ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പ്രതിപക്ഷം ഒരു ജോയിൻറ്റ് ഫോഴ്സായിട്ട് ഇന്ത്യ സഖ്യം എന്നുള്ള പേരിൽ ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതിനൊരു പരിധി വരെ 2024 ഇലക്ട്രലായി ഒരു ഫലമുണ്ടായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നോൺ BJPയുടെ ഒറ്റയ്ക്കുള്ള ഭൂരിപക്ഷം നഷ്ടമാകുന്ന കാഴ്ച നമ്മൾ കണ്ടു. പക്ഷേ അവിടെ ഒന്നും ഇല്ലാത്ത വിധത്തിലുള്ള ഒരു ജനപിന്തുണയോ ജനസ്വീകാര്യതയോ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ഒരു പുതിയ എൻറ്റിറ്റിക്ക് കിട്ടുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇത്രയും കാലം നടത്തിക്കൊണ്ടിരുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ രീതിയല്ല പുതിയ കാലഘട്ടം ആവശ്യപ്പെടുന്നത് എന്ന് അവർ മനസ്സിലാക്കുകയും അതിനനുസരിച്ച് അവരുടെ പ്രവർത്തന പദ്ധതികൾ മാറ്റുകയോ അല്ലെങ്കിൽ പുതിയ പ്രവർത്തന പദ്ധതികളുമായിട്ട് യോജിച്ചു പോവുകയോ ചെയ്യുക എന്നുള്ളൊരു പണിയല്ലേ യഥാർത്ഥത്തിൽ പ്രതിപക്ഷം ചെയ്യേണ്ടത്. ഇപ്പോൾ അഖിലേഷ് യാദവ് ഇതിനെ സ്വാഗതം ചെയ്യുന്നു. മഹുവ മൊയ്ത്ര കഴിഞ്ഞൊരു 7-8 വർഷമായിട്ട് BJPയെ പാർലമെൻറ്റിനകത്തും പുറത്തും ഇത്രയും രൂക്ഷമായി വിമർശിച്ച മറ്റൊരു MP ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. മഹുവ മൊയ്ത്ര പോലെ അവർ പോലും ഇമ്മീഡിയറ്റായിട്ട് ഈ ഒരു മൂവ്മെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നൊരു സ്റ്റാൻഡ് എടുക്കുന്നു. മറ്റ് ഇപ്പോൾ കനിമൊഴിയെ പോലെ, ഉദയനിധി സ്റ്റാലിനെ പോലെ ഒക്കെ, കീർത്തി ആസാദ്, അങ്ങനെ പല ആളുകളും ഇതിനെ പിന്തുണയ്ക്കുന്നൊരു ഒരു സ്റ്റാൻഡ് എടുക്കുമ്പോൾ മുഖ്യപ്രതിപക്ഷമായ കോൺഗ്രസിൻ്റെ യുവജന സംഘടന ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് ഞങ്ങളുടേതാണ് ഈ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നത് ഒരു പരിഹാസ്യമായൊരു പണിയാണല്ലോ. ഒരു മൂവ്മെൻ്റ് ഉണ്ടായി വരികയാണ് നിലനിൽക്കുന്ന ഭരണ സംവിധാനത്തിനെതിരെ. അതുമാത്രമല്ല, അവരാദ്യം ഉന്നയിച്ച ഒരു 5 ഡിമാൻഡിനപ്പുറത്തേക്ക് കുറെ കൂടെ ക്ലാരിറ്റിയുള്ള ചില കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ കമ്മ്യൂണൽ ഹാർമണി, അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി, ഇത്തരം കാര്യങ്ങളിൽ ഊന്നിയായിരിക്കും ഞങ്ങളുടെ ഒരു സംവിധാനം ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളിലൊക്കെ അതേക്കുറിച്ചൊക്കെ സംസാരിച്ചു തുടങ്ങുന്നുണ്ട് അവർ. അപ്പോൾ കുറെ കൂടെ ക്ലാരിറ്റിയോടുകൂടെ CJP സംസാരിക്കാൻ തുടങ്ങുന്നു. അതിപ്പോൾ വലിയൊരു പ്രസ്ഥാനമായി മാറും എന്നോ ഇപ്പോൾ ഉള്ളതൊരു രാഷ്ട്രീയ സ്വഭാവത്തിലുള്ള കൂട്ടായ്മയാണെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. അതാണ് എന്ന് നമുക്ക് വിശ്വസിക്കാൻ ഇപ്പോൾ യാതൊരു തെളിവും നമ്മുടെ മുമ്പിലില്ല. ഇത് ഒരു വലിയ രാഷ്ട്രീയ പ്രസ്ഥാനമായി മാറും എന്ന് നമുക്ക് കരുതാനും ഇപ്പോൾ സാധ്യമല്ല. പക്ഷേ എങ്കിൽ പോലും ആ കൂട്ടായ്മ രൂപീകരിച്ചൊരു 10-15 ദിവസം കഴിയുമ്പോൾ നിലനിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിൽ എന്താണ് സൊസൈറ്റി നേരിടുന്ന വെല്ലുവിളികളെന്ന് മനസ്സിലാക്കുന്നുണ്ട് ഞങ്ങൾ എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. അപ്പോൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് അവരുടെ ഒരു ഊർജ്ജം ഉപയോഗപ്പെടുത്തുക എന്നുള്ള പണിയല്ലേ സത്യത്തിൽ പ്രതിപക്ഷം ചെയ്യും. ഇന്ത്യയിൽ ഇപ്പോൾ 2014 മോഡി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം അന്നുണ്ടായിരുന്നൊരവസ്ഥ ഇതിനെതിരെയുള്ള പ്രതിപക്ഷ മൂവ്മെൻറ്റ് അസാധ്യമായി വരും എന്നൊരു തോന്നലായിരുന്നു. യഥാർത്ഥത്തിൽ കേരളത്തിൽ നിന്നാണ് മോഡി സർക്കാരിനെതിരെയുള്ള ആദ്യ ശബ്ദമുയർന്നത്. അത് ചെറുപ്പക്കാരുടെ ഭാഗത്തു നിന്ന് കിസ് ഓഫ് ലവ് സമരം കൊച്ചിയിൽ നടന്ന, കോഴിക്കോട്ട് നടന്ന ഒരു സംഘപരിവാർ ഫ്രിഞ്ച് ഗ്രൂപ്പിൻ്റെ ഭാഗത്തു നിന്ന് കോഴിക്കോട്ട് നടന്ന ഒരു മോറൽ പോലീസിങ്ങിനെതിരെ കൊച്ചിയിൽ നടന്ന കിസ് ഓഫ് ലവ് സമരമാണ് യഥാർത്ഥത്തിൽ മോഡി അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ആദ്യത്തെ സമരമായി രൂപപ്പെട്ടു വരുന്നത്. അത് പിന്നെ രാജ്യവ്യാപകമായി പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്ത് പല രീതിയിലുള്ള സമരങ്ങളായി തീരുകയാണ് ചെയ്തത്. യഥാർത്ഥത്തിൽ വ്യവസ്ഥാപിത ഇടതുപക്ഷത്തിന് രാജീവ് ഈ പറഞ്ഞതുപോലെ ഏകോപിതമായി സമരം ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപൂർവം ചില ഘട്ടങ്ങളിൽ മാത്രമേ കർഷക സമരത്തിനൊക്കെ പലതരത്തിലുള്ള പിന്തുണ കിട്ടിയിരുന്നു. ഒരു ഭേദഗതിക്കെതിരായ സമരത്തിന് ഒരുപക്ഷെ രാജ്യവ്യാപകമായിട്ട് പലയിടത്തായിട്ട് പിന്തുണ കിട്ടിയിരുന്നു. പക്ഷേ അത് വലിയ തോതിൽ അക്കാര്യത്തിൽ പിന്നെ പല രൂപങ്ങളായിരുന്നു. സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ച് പല രൂപങ്ങളിലാണ് വന്നത്. അതിനുശേഷം പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യനിര ഉണ്ടാക്കിയെടുത്ത് ഒറ്റ മുന്നണിയായി ഇതിനെ നേരിടാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ അതിൻ്റെ കൺവീനർ രാജിവെച്ച് അപ്പുറത്തേക്ക് പോയി നിതീഷ് കുമാർ. അങ്ങനെയാണ് അത് കഴിഞ്ഞ തവണ പൊളിഞ്ഞത്. ആ വിധത്തിൽ ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷത്തിന് ഏകോപിതമായ ഒരു മുന്നേറ്റം മോഡി സർക്കാരിനെതിരെ നടത്താൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ 2014 മുതൽ ഇതുവരെ അത് ഫുൾ ഫ്ലെഡ്ജഡായി സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഉത്തരം. അതിനൊരു കാരണം സംസ്ഥാന നിയമസഭകളിലേക്ക് ഒരു താല്പര്യവും ദേശീയ തലത്തിലേക്ക് മറ്റൊരു താല്പര്യവുമാണ്. മറ്റൊരു കാരണം ഇതിൽ പ്രധാന പ്ലേയേഴ്സായ പലരും കോൺഗ്രസ് ഒഴികെയുള്ള മറ്റെല്ലാം റീജിയണൽ പ്ലേയേഴ്സാണ്. അതുകൊണ്ട് തന്നെ ഏകോപിതമായി ഒരു സർക്കാരിനെതിരെ ഒന്നിച്ചു നിന്നുകൊണ്ടുള്ള സമരം എന്നത് ഇന്ത്യൻ പ്രതിപക്ഷത്തിന് സാധിച്ചിട്ടില്ല. പ്രതിപക്ഷത്തെ പല രീതിയിൽ സ്പ്ലിറ്റ് ചെയ്യാനും യഥാർത്ഥത്തിൽ സർക്കാരിനെ കൊണ്ട് കഴിഞ്ഞു. അതോടൊപ്പം തന്നെ പ്രതിപക്ഷം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ രാജ്യസ്നേഹവുമായി കൂട്ടിക്കെട്ടി
ഉള്ള ഒരു മറുപടിയാണ് യഥാർത്ഥത്തിൽ കേന്ദ്ര സർക്കാർ കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തരം കാര്യങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ഈ തരത്തിൽ ഏതെങ്കിലും രീതിയിൽ ഇവരെ സ്പ്ലിറ്റ് ചെയ്യാൻ ഉള്ള, അല്ലെങ്കിൽ ഒരു നേതാവിനെ എടുത്ത് സിംഗിൾ ഔട്ട് ചെയ്ത് മാറ്റി നിർത്താൻ പറ്റില്ല, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗ്രൂപ്പ് എന്ന നിലയിലോ ഏതെങ്കിലും ഒരു പ്രദേശം എന്ന നിലയിലോ ഏതെങ്കിലും റീജിയണൽ താല്പര്യങ്ങളുടെ പുറത്തോ ഏതെങ്കിലും സാമുദായികമായ താല്പര്യങ്ങളുടെ പുറത്തോ ഈ ഇൻ്റർനെറ്റ് ഇതിൽ നിന്ന് ഉയർന്നു വരുന്ന ഇതിനെ സിംഗിൾ ഔട്ട് ചെയ്ത് ബ്രാൻഡ് ചെയ്ത് രാജ്യവിരുദ്ധം എന്ന മുദ്ര കുത്തി മാറ്റാൻ പറ്റില്ല എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. എന്നിട്ടും ആ എഫർട്ട് നടക്കുന്നുണ്ട്. രാജ്യവിരുദ്ധമാണെന്ന് മാത്രമല്ല, ഇതിൽ പങ്കെടുത്ത, ഇതിൽ എൻറോൾ ചെയ്തിരിക്കുന്ന ആളുകളിൽ മഹാഭൂരിപക്ഷം പാകിസ്ഥാനി. പക്ഷെ അത് അവർ ഇൻ്റർനെറ്റിൻ്റെ സൗകര്യം വെച്ച് തന്നെ അത് തകർത്തു. ഇൻ്റർനെറ്റിൻ്റെ മെട്രിക്സ് ഉപയോഗിച്ച് 90% ആളുകൾ, 90% മേലെ ആളുകൾ ഇന്ത്യക്കാർ തന്നെയാണ് എന്ന അനലറ്റിക്സ്, അതിൻ്റെ ഇൻസൈറ്റ്സ് എടുത്ത് പുറത്തേക്ക് ഇട്ടുകൊണ്ട് അതിനെ മറികടന്നു. അപ്പം ഞാൻ പറഞ്ഞത്, വ്യവസ്ഥാപിത പ്രതിപക്ഷത്തിന് നേരെ അല്ലെങ്കിൽ പരമ്പരാഗത പ്രതിപക്ഷത്തിന് നേരെ ഒരു ഭരണകൂടത്തിന് ഉപയോഗിക്കാവുന്ന തന്ത്രങ്ങളൊന്നും ഇവർക്ക് മേലെ വിലപ്പോകില്ല എന്ന സാഹചര്യം കൂടിയുണ്ട്. ഒന്നത്. രണ്ടാമത്തത്, രാജീവ് നേരത്തെ പറഞ്ഞതുപോലെ പ്രതിപക്ഷം പ്രവർത്തനത്തിൻ്റെ രീതി എന്താണ്, അത് ഈ പുതിയ കാലത്തും പഴയ രീതി മതിയോ എന്ന, അല്ലെങ്കിൽ ഒരു തെരുവിലിറങ്ങി, അതല്ലെങ്കിൽ ഫിസിക്കലായി മൊബിലൈസ് ചെയ്തുകൊണ്ട് വലിയ റാലികളിലൂടെ ജനക്കൂട്ടത്തെ മുൻനിർത്തി ഉള്ള സമരപരിപാടികൾ എന്നതിന് പകരം ഒരു ഒരു ജനതയ്ക്ക് ഒരു പൊതുവികാരം ഉണ്ടാക്കുന്ന വിധത്തിൽ ഈ ഇൻ്റർനെറ്റിനെയും സോഷ്യൽ മീഡിയയും ഉപയോഗപ്പെടുത്തി ചെയ്യുക എന്ന നൂതനമായ മെത്തേഡ് ഇവർ ആവിഷ്കരിച്ചിരിക്കുന്നു. അവിടെ മെത്തേഡാണോ അതോ എക്സിസ്റ്റ് ചെയ്യുന്ന പൊളിറ്റിക്കൽ സിസ്റ്റം, അതായത് രാജ്യം കഴിഞ്ഞ ഒരു 10, 12, 13 കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടം, അതിനെ പിന്തുണയ്ക്കുന്ന അല്ലെങ്കിൽ അതിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ സംവിധാനം വളരെ ഭംഗിയായി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു സ്കീമാണത്. അതായത് സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട്, ഇൻ്റർനെറ്റിനെ ഉപയോഗിച്ചുകൊണ്ട്, മറ്റ് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പൊളിറ്റിക്കൽ അതിൻ്റെ തന്നെ കൗണ്ടറാണ് വരുന്നത്. ഈ മെത്തേഡ് BJP രാജ്യവ്യാപകമായി ഉപയോഗിച്ചിട്ടുണ്ട്. പ്രതിപക്ഷ പാർട്ടികൾക്ക് പക്ഷേ അത് ആ വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റിയില്ല. പക്ഷേ ഓഫ് ലേറ്റ് കോൺഗ്രസ് ആ വഴിയിലുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ സോഷ്യൽ മീഡിയ സ്പേസിൽ കോൺഗ്രസിൻ്റെ സ്ട്രെങ്ത് ഭയങ്കരമായി കൂടി വരുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് പരമ്പരാഗത പ്രതിപക്ഷത്തിൻ്റെ പരിമിതികൾ യഥാർത്ഥത്തിൽ ഈ മൂവ്മെൻറ്റിന് ഇല്ല എന്നാണ്. അതേസമയം തെരുവിലിറങ്ങാതെ, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങാതെ, ഫിസിക്കലി തന്നെ മൊബിലൈസ് ചെയ്യാതെ നടക്കുന്ന പ്രതിപക്ഷ പ്രവർത്തനത്തിൻ്റെ ഇലക്ട്രൽ വയബിലിറ്റി എന്നത് ഇപ്പോഴും പ്രൂവ് ചെയ്യപ്പെടേണ്ടതാണ്. ബാംഗ്ലൂരിൽ അവരൊരു ഗ്യാതറിംഗ് നടത്തും എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അത് നടന്നോ, അല്ലെങ്കിൽ ആ വിധം ഏതായാലും നടന്നില്ല, വലിയ തോതിൽ എന്തായാലും നടന്നില്ല. ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് എന്ന് പ്രഖ്യാപിച്ച് ബാംഗ്ലൂരിലൊരു കൂട്ടായ്മ സംഘടിപ്പിക്കും കഴിഞ്ഞ ഞായറാഴ്ച എന്ന് പറഞ്ഞിരുന്നു. പക്ഷെ അതുണ്ടായില്ല എന്നാണ്. അതിൽ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ അങ്ങനെ അതിന് ആഹ്വാനം ചെയ്തിട്ടില്ല എന്ന് അവരുടെ തന്നെ ഹാൻഡിലുകളിലൂടെ ചിലർ പറയുന്ന കാഴ്ചയുണ്ടായിരുന്നു. അതൊരു പക്ഷേ ഒരു ഇമ്മച്വറായിട്ടുള്ളൊരു കോളായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിവേ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും, ഇപ്പോൾ കേരളത്തിൽ തന്നെ തിരുവനന്തപുരത്ത് ടെക്നോ പാർക്കിലും കൊച്ചിയിൽ ഇൻഫോ പാർക്കിലുമൊക്കെയായി തൊഴിലിടങ്ങളിൽ യുവാക്കൾ കോൺസെൻട്രേറ്റ് ചെയ്ത് ജോലി ചെയ്യുന്ന തൊഴിലിടങ്ങളിൽ ഈ മൂവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയി നടക്കുന്നുണ്ട്. അവിടെ ഫിസിക്കലായ ഗാദറിങ് കൂടി നടക്കുന്നുണ്ട്. പലയിടത്തും യുവാക്കളുടെ കൂട്ടായ്മ ഈ ഒരു എനർജി ഉൾക്കൊണ്ടുകൊണ്ട്, അതിൽ പലതും ഇതിനോട് നേരിട്ട് അഫിലിയേറ്റഡ് ആയിരിക്കണമെന്നില്ല, പക്ഷേ ഈ ഒരു അന്തരീക്ഷം ഉൾക്കൊണ്ടുകൊണ്ടുള്ള കൂട്ടായ്മകൾ രാജ്യത്തിൻ്റെ പല ഭാഗത്തും നടക്കുന്നു എന്നാണ് വാർത്തകൾ വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ പ്രതിപക്ഷത്തിൻ്റെ ഒരു എക്സ്റ്റൻഷനായി ഇത് വർക്ക് ചെയ്യുന്നു. അതേസമയം ഒരു പക്ഷേ അത് പ്രതിപക്ഷത്തെ റീപ്ലേസ് ചെയ്യോ എന്ന പേടി പ്രതിപക്ഷ പാർട്ടികൾക്കും കുടുങ്ങിയിട്ടുണ്ട്. അത് പ്രതിപക്ഷ പാർട്ടികൾക്ക് മാത്രമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ ഭരണകക്ഷിയിൽ തന്നെ ഈ ഭയം വലിയ തോതിലുണ്ട്. അതുകൊണ്ടാണ് വളരെ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇതിനെ ഏത് വിധത്തിലും ഇല്ലാതാക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി വെബ്സൈറ്റ് ക്ലോസ് ചെയ്യാൻ ഒരു മുൻകൈ എടുക്കുന്നത്, സാമൂഹ്യ മാധ്യമ ഹാൻഡിലുകൾ നിരോധിക്കാൻ മുൻകൈ എടുക്കുന്നതൊക്കെ ഭരണകൂടം വലിയ തോതിൽ ഒരാശങ്കയിലാണ് എന്ന് തോന്നുന്നു. അതുമാത്രമല്ല, നേരത്തെ ബഷീർ പറഞ്ഞ പോലെ തന്നെ ഇത് രാജ്യദ്രോഹമാണ്, ഇത് രാജ്യത്തെ ഡീസ്റ്റബിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഇത് അരാജകവാദികളാണ്. ഇത്തരം മുൻകാലത്ത് ശത്രുപക്ഷത്തിനെതിരെ ഉപയോഗിച്ചിരുന്ന സകല ആരോപണങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അതെന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കോക്രോച്ചസ് എന്ന വിളി തന്നെ അവർ സ്വയം ഐറണിക്കലായി ഏറ്റെടുക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ അങ്ങനെയാണ്, ഞങ്ങളാണ് ബേസിക് സർവൈവേഴ്സ്, എല്ലാ യുദ്ധത്തിനും എല്ലാ ദുരന്തങ്ങൾക്കും അവസാനം ഞങ്ങളാണ് ബാക്കിയുണ്ടാവുക എന്ന് പറഞ്ഞ് ആ വിളിയെ തന്നെ
അവർ അതിനങ്ങ് സ്വയം ഏറ്റെടുക്കുകയാണ് ചെയ്തത്. എന്നിട്ട് അതിൻ്റെ ഒരു ആപ്തവാക്യം പോലെ എന്താ ലേസി അൺഎംപ്ലോയിഡ് ഓർഗനൈസേഷൻ ആ മട്ടിലുള്ള അങ്ങനെയാണ് അത് ഐഡൻറ്റിറ്റി തന്നെ അവർ അത് അംഗീകരിച്ചു പോയി. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഇപ്പോൾ CJPയുടെ തന്നെ ഭാഗമായിട്ടുള്ള ചില ഹെൽത്ത് എക്സ്പേർട്സ് പറയുന്ന വേറെ ചില ന്യായങ്ങളുണ്ട്. അതായത് ഈ ഒരു വീട്ടിൽ മാലിന്യം കുമിഞ്ഞു കൂടുമ്പോഴാണ് പാറ്റകൾ പെറ്റുവരിക എന്നാണ് അവർ പറയുന്നത്. അത് ആരോഗ്യ രീതിയിൽ അല്ലെങ്കിൽ ഈ ഹെൽത്ത് വൈസ് അങ്ങനെയാണ് സംഭവിക്കാത്തത്. അപ്പോൾ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് മാലിന്യം കുമിഞ്ഞു കൂടിയിരിക്കുന്നു, രാജ്യത്ത് എല്ലായിടത്തും മാലിന്യം കുമിഞ്ഞു കൂടിയിരിക്കുന്നു, എല്ലാ ഭരണ സംവിധാനങ്ങളിലും മാലിന്യം കുമിഞ്ഞു കൂടിയിരിക്കുന്നു, എല്ലാ ഉയർന്ന സ്ഥാപനങ്ങളിലും മാലിന്യം കുമിഞ്ഞു കൂടിയിരിക്കുന്നു. അതുകൊണ്ടാണ് പാറ്റകൾ ഉണ്ടായി വരുന്നത്. പാറ്റകളുടെ എണ്ണം ഇനി പെരുകുകയുള്ളൂ. ഈ മാലിന്യം തീരുന്നത് വരെ പാറ്റകൾ ഇവിടെ ഉണ്ടാകും എന്നൊക്കെ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഹെൽത്ത് എക്സ്പേർട്സ് ആയിട്ടുള്ള ചിലർ കുറിച്ചതായിട്ട് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു. അപ്പോൾ നേരത്തെ രാജീവ് പറഞ്ഞ പോലെ അവർ ആദ്യഘട്ടത്തിൽ ഒരു വളരെ ഇമോഷണലായ അല്ലെങ്കിൽ വളരെ സെൻസേഷണലായ ഒരു മാനിഫെസ്റ്റോ എന്നത് ആദ്യം ഇറക്കിയതിന് ശേഷം കുറേ കൂടി സോളിഡായിട്ടുള്ള കുറേ കൂടി പിന്നെ സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ വെച്ച് പുതിയ പുതിയ മുദ്രാവാക്യങ്ങൾ ആവിഷ്കരിച്ച് പുറത്തേക്ക് വിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഗാർഡിയൻ്റെ ഒരു മുഖപ്രസംഗത്തിൽ ഇത് വളരെ സ്പെസിഫിക്കായി ഇന്ത്യയിലെ ഒരു ജൻസി രാഷ്ട്രീയത്തിൻ്റെ ഉത്ഭവം തന്നെയാണ് എന്നാണ് അവരുടെ വിലയിരുത്തൽ. അങ്ങനെ ഒരു ഉത്ഭവം, അങ്ങനെ ഒരു ഫോർമേഷൻ, ഒരു ജൻസി രാഷ്ട്രീയം ഇന്ത്യയിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് എന്ന് അന്താരാഷ്ട്ര രാഷ്ട്രീയ നിരീക്ഷകർ ഇതിനു മുമ്പ് വിലയിരുത്തിയിട്ടില്ല. അത് ആദ്യമായി അങ്ങനെ സംഭവിക്കുന്നു എന്നാണ് പൊതുവായി ഒരു ഗ്ലോബൽ പൊളിറ്റിക്സിൻ്റെ എക്സ്പേർട്ടുകൾ വിലയിരുത്തുന്നത്. അങ്ങനെയാണ്. റൈറ്റ്. ഇതിനോടൊപ്പം പാരലൽ വേറെ 2-3 മൂവ്മെൻറ്റ് കൂടെ നടക്കുന്നുണ്ട്. ഒന്ന്, ഒരു പുതിയ പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് ഇതിനെ രജിസ്റ്റർ ചെയ്യാനായിട്ടുള്ള ചില ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുന്നു. അത് ഒഫീഷ്യലാണോ അല്ലയോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അങ്ങനെ ഒരു അപേക്ഷ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ വകുപ്പ് പ്രകാരം ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടിയായി അംഗീകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ളൊരു അപേക്ഷ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം ഭരണകക്ഷിയിൽപ്പെട്ട ഒരു പ്രധാനപ്പെട്ട പാർട്ടി, ഇപ്പോൾ സർക്കാരിനെ നിലനിർത്തുന്നതിൽ പ്രധാന പങ്കുവഹിക്കുന്ന തെലുങ്ക് ദേശം പാർട്ടി, ഈ മൂവ്മെൻറ്റിനെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞോ അല്ലെങ്കിൽ രാജ്യത്തെ അസ്ഥിരപ്പെടുത്താനുള്ള ശ്രമങ്ങൾ എന്ന് പറഞ്ഞോ തള്ളിക്കളയാൻ പറ്റില്ല. യുവാക്കൾക്കിടയിൽ വലിയ അസംതൃപ്തിയുണ്ട്. അതിൻ്റെ പ്രതിഫലനമാണ് ഈ മൂവ്മെൻറ്റ്. അതിനെ ഗൗരവത്തോടെ കാണണം. ഇതൊരു രാഷ്ട്രീയ മൂവ്മെൻറ്റാണ് എന്നുള്ള അഭിപ്രായം പരസ്യമായി തന്നെ TDP പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ പല നിലയ്ക്ക് ഇതിന് റിപ്പർക്കഷൻസ് ഉണ്ടായി വരുന്നുണ്ട്. ഇത് ഏത് രൂപത്തിലായിരിക്കും ഇത് ഷേപ്പ് ചെയ്ത് വരിക? ഇതിൻ്റെ ഈ മൂവ്മെൻറ്റിൽ രണ്ട് ഭാഗങ്ങളും, അതായത് ഇപ്പോൾ നിലനിൽക്കുന്ന ഭരണപക്ഷവും പ്രതിപക്ഷവും ഏത് തരത്തിലുള്ള റോളുകളായിരിക്കും വഹിക്കുക, ഇതൊന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. ഇതിൻ്റെ നേതാവായിരിക്കുന്ന അല്ലെങ്കിൽ ഇത് തുടങ്ങി വെച്ച അഭിജിത്ത് ദീപ്കെ, അയാൾ അമേരിക്കയിൽ പഠിക്കുകയാണ്. അയാൾ ഏത് സമയത്താണ് ഇന്ത്യയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതിനെക്കുറിച്ച് വലിയ ധാരണയില്ല എന്നാണ് രാഷ്ട്രീയ പാർട്ടി തുടങ്ങാനായിട്ട് അപേക്ഷ കൊടുത്ത ഹരിയാനക്കാരനായ അഭിഭാഷകൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇനി എന്നായിരിക്കും രാജ്യത്തിലേക്ക് വരിക? അങ്ങനെ വരികയാണെങ്കിൽ അതുണ്ടാക്കുന്ന ആഘാതങ്ങൾ എന്തൊക്കെയായിരിക്കും? അയാൾ തന്നെ പറയുന്നത് പോലെ വരുന്ന ഉടനെ തന്നെ അഭിജിത്തിനെ അറസ്റ്റ് ചെയ്ത് തിഹാർ ജയിലിൽ അടയ്ക്കാൻ നരേന്ദ്രമോദി സർക്കാർ തയ്യാറാവുമോ? ഇതൊക്കെ കൗതുകരമായിട്ടുള്ള കാഴ്ചകളാണ്. അതായത് ഇപ്പോൾ തുടങ്ങിയിരിക്കുന്ന മൂവ്മെൻറ്റ്, അതിന് ഒരുപക്ഷെ സർക്കാർ ഈ കൂച്ചുവിലം കിട്ടത് അതിൻ്റെ ഒരു സ്ട്രെങ്ത്ത് കൂട്ടുകയാണ് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നത്. സർക്കാർ വളരെ പെട്ടെന്ന് അതിനെ തടയാൻ ശ്രമിച്ചത് ഈ മൂവ്മെൻറ്റിൻ്റെ ഒരു സ്ട്രെങ്ത്ത് വർദ്ധിപ്പിക്കുകയാണ് ചെയ്തതെന്നാണ്. ഞാൻ ഇപ്പോഴും അത് ഒരു റിയലായിട്ടുള്ളൊരു പൊളിറ്റിക്കൽ മൂവ്മെൻറ്റായിട്ട് മാറും എന്നോ കൃത്യമായ രാഷ്ട്രീയ ദിശയുള്ളൊരു പ്രസ്ഥാനമായി രൂപപ്പെടും എന്നോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ മാറുന്നില്ലെങ്കിൽ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം സർക്കാർ എന്നതിനേക്കാൾ എനിക്ക് തോന്നുന്നു പ്രതിപക്ഷ പാർട്ടികളുടെ ഭീതിയായിരിക്കും അത്തരമൊരു പൊളിറ്റിക്കൽ മൂവ്മെൻ്റായിട്ട് അത് മാറുന്നില്ലെങ്കിൽ അതിന് കാരണമായി തീരുക എന്നാണ് എനിക്ക് തോന്നുന്നത്. ലോകത്ത് ഒരു കഴിഞ്ഞ 25 വർഷത്തിനിടയിൽ ഒരു യുവാക്കളുടെ ഒരു അമർഷത്തിൽ നിന്നോ പ്രതിഷേധത്തിൽ നിന്നോ രൂപം കൊണ്ട പലതും ഇലക്ട്രലി രൂപപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇറ്റലിയിലെ 5 സ്റ്റാർ മൂവ്മെൻറ്റ്, അതുപോലെ സ്വീഡൻ കേന്ദ്രീകരിച്ച് നടന്ന പൈറേറ്റ് മൂവ്മെൻറ്റ്, നമ്മളുടെ നേപ്പാളിലൊക്കെ കഴിഞ്ഞ 2 വർഷം മുമ്പ് രൂപപ്പെട്ട ആ പ്രക്ഷോഭം, ഇതെല്ലാം ഇലക്ട്രലി ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ട്. ഇലക്ഷനിൽ മത്സരിച്ചിട്ടുണ്ട്. ചിലർ രാഷ്ട്രീയ പാർട്ടികളായി വന്നിട്ടുണ്ട്, ചിലർ അധികാരത്തിൽ വന്നിട്ടുണ്ട്. അങ്ങനെ അത് സ്വാഭാവികമായി സംഭവിക്കേണ്ടതാണ്. ഇന്ത്യയിൽ അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അതിന് സർക്കാർ മാത്രമായിരിക്കില്ല അതിന് കാരണക്കാർ. അതിൻ്റെ കാരണക്കാരിലൊന്ന് ഇവിടുത്തെ പരമ്പരാഗത പ്രതിപക്ഷ പാർട്ടികൾക്ക് ഈ മൂവ്മെൻറ്റിനോടുള്ള
സ്ട്രക്ചറലായൊരു പേടി കൂടി ചിലപ്പോൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും ഒരു പക്ഷേ ഈ മൂവ്മെൻറ്റിനെ ഇത് ഇടയ്ക്ക് വെച്ച് നിന്ന് പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണമായി തീരാം. റൈറ്റ്. എന്തായാലും സാമൂഹ്യ മാധ്യമങ്ങളിൽ രൂപപ്പെട്ടു വന്ന കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരിൽ ഒരു സറ്റയറിക്കലായി തുടങ്ങി, എന്നാൽ കൃത്യമായ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടെയാണ് ഞങ്ങൾ ഇനി അങ്ങോട്ട് പോകാൻ പോകുന്നത് എന്ന പ്രതീതി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന ഈ മൂവ്മെൻറ്റ് വരും ദിവസങ്ങളിൽ എന്തായിരിക്കും അവരുടെ പ്രവർത്തന പദ്ധതി, പ്രവർത്തന രീതി, ഈ സാമൂഹ്യ മാധ്യമങ്ങളിൽ ആരംഭിച്ച് ഒരു വികാരമായി തുടങ്ങി അതൊരു വികാരമായി അവസാനിക്കുകയാണോ ചെയ്യുക എന്നുള്ളതൊക്കെ കൗതുകപൂർവ്വം വീക്ഷിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്. ഈ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാവുന്നു. മറ്റെപ്പിസോഡുമായി വീണ്ടും കാണാം.